തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന 21 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് DMK. അണ്ണാ DMK 16 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടു. ഗവർണർമാരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയോടെയാകുമെന്നതുൾപ്പെടെ പ്രധാന വാഗ്ദാനങ്ങളുമായി DMK പ്രകടന പത്രികയും പുറത്തിറക്കി. DMKയുടെ 21 സ്ഥാനാർത്ഥികളിൽ 11 പേർ പുതുമുഖങ്ങളാണ്. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നും, എ രാജ നീലഗിരിയിൽ നിന്നും, ദയാനിധി മാരൻ സെൻട്രൽ ചെന്നൈയിൽ നിന്നും, TR ബാലു ശ്രീപെരുമ്പത്തൂരിൽ നിന്നും മത്സരിക്കും. കഴിഞ്ഞ തവണ 21 സീറ്റുകളിലാണ് DMK മത്സരിച്ചത്. 64 പേജുള്ള പ്രകടന പത്രികയും DMK പുറത്തിറക്കി. ഗവർണർമാരുടെ നിയമനം സംസ്ഥാനങ്ങളുടെ അനുമതിയോടെയാക്കുമെന്നതാണ് പ്രധാന പ്രഖ്യാപനം. സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്ര പദവി, CAA, ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, നീറ്റ് പരീക്ഷ എന്നിവ റദ്ദാക്കും എന്നിവയാണ് മറ്റു പ്രധാന വാഗ്ദാനങ്ങൾ. അണ്ണാ DMK ആദ്യ പട്ടികയിൽ 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതിൽ 14 പേർ പുതുമുഖങ്ങളാണ്. വിജയകാന്തിന്റെ DMDK അണ്ണാ DMK മുന്നണിയിലെത്തി. 5 സീറ്റുകളാണ് ഇവർക്ക് നൽകിയത്. SDPA, പുതിയ തമിഴകം കക്ഷി എന്നിവർക്ക് ഓരോ സീറ്റുകളും നൽകിയിട്ടുണ്ട്. 24 ചെന്നൈ.